ജമീല, ഞാൻ ചെറുക്കനോടൊന്ന് റേഷൻ കടയിൽ പോകാൻ പറഞ്ഞ ഇന്ന് ലാസ്റ്റ് ദിവസല്ലേ? വേഗം വിളിച്ചോക്കെ. നോക്കി മനസ്സാ ഒപ്പ തന്നെ വരില്ലേരോ, എവിടക്കോ പോവാണ് നിങ്ങളോടന്നെ പോയി കൊണ്ടുവരാന്. അല്ലെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലോ ഓൻ കേക്കല്. ഓനൊന്നും കാത്തിരുന്നാലേ നമ്മളിന്ന് ചോറുന്നലും ഉണ്ടാവൂല. ഇജാ ചാക്കുവിന്റെ തോർത്തും കൊണ്ട് കൊണ്ടെടുത്താ ഞാൻ തന്നെ പോയോക്കട്ടെ. പോയോക്കട്ടെ. നിങ്ങളൊന്നും പോരണ്ട, ഇപ്പപ്പാക്കന്നെ വെച്ചാ. വരുമ്പോ കൊണ്ടുവരട്ടാ. ഇപ്പപ്പാക്ക് വെജായിട്ടാണ് നിങ്ങളെ കൊണ്ടാവാത്ത. ഇന്നാണെങ്കിൽ ലീവായി. ആർക്കപ്പം ഞാൻ വിളിച്ച? സുലൂരൊന്ന് വിളിച്ചു നോക്കട്ടെ. റഷീദാണല്ലോ വിളിക്കുന്നത്. ഹലോ, റഷീദ് പറയടാ. സുലു എവിടെ ഉള്ളത്? ഞാനിവിടെ കോറിയിലുണ്ടേ. ഇജിന്ന് പോയിട്ടില്ല അപ്പൊ? ഇല്ലടാ, ഞാൻ ലീവായി. ഞമ്മക്ക് എങ്ങോട്ടേലും കറങ്ങാൻ പോയാലോ? അല്ലെങ്കിൽ പടത്തിന് പോവാ. പടത്തിന് എന്നാ അവിടെ നിക്ക പോയി നോക്കുന്ന. ഞാൻ എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഓക്കെന്നാ. എവിടേക്ക് പോവാറിന്? പടത്തിന് പോവാ. അല്ലെ നമ്മൾ കറങ്ങാൻ പോയാലെന്നാ? അതല്ല ഒന്നുകൂടെ വൈബടിച്ച. അല്ല, പടത്തിന് പോവാ. നല്ല പടം ഇറങ്ങി. ചിലപ്പോ 5 പൈസക്ക് ഉണ്ടാവില്ല. അങ്ങനെ പൈസ എന്നാ കേറജി. പൈസ പോയാ കിട്ടിട്ടാ. ഒറ്റൊരു വണ്ടി കാണാനുമില്ല. കാലും കടഞ്ഞ് വെച്ച. കുട്ടിനോടാണെങ്കിൽ പോവാൻ പറഞ്ഞിട്ട് ഓൻ കേട്ടതും ഇല്ലല്ലോ. അന്റെ വാപ്പല്ല പോണത്? അത് വാപ്പ റേഷൻ കടയിൽ നിന്ന് പോയി. ഒരു വണ്ടി വരുന്നുണ്ട്. എന്റെ കുട്ടീനെയാണ് വരുന്നത്. കഴിച്ചിലായി. ഓട് കൊണ്ടേക്കോളും നീ. കുട്ടിയെ നിർത്തിക്ക, ഞാനും ഉണ്ട് പെരേക്ക്. ഇതൊന്നാട് കൊണ്ടേക്ക. നടന്നിട്ട് എന്റെ കാല് വേദന ആയിട്ട് വെച്ചാ. പാപ്പാനും കൂടി ഒന്നാട് കൊണ്ടുപോവേ. എനിക്ക് നേരെ ഞങ്ങൾ എങ്ങനെയാണ് പോയിക്കോളേ. ഞാൻ വേറെ വൈക്ക് പോണേ. എന്നുവെച്ചാ ചാക്കെങ്കിലും ഒന്നാണ്ട് കൊണ്ടുപോവേ. വെജ് എനിക്ക് തീരെ നിക്കാൻ വെച്ചാ നടന്നിട്ട്. ചാക്ക് നിങ്ങള് തലയിൽ വെച്ചാണ്ട് കൊണ്ടുപോയി കൊളിച്ചു വെച്ചാ. അങ്ങനെ പോവല്ലടാ, ഞാനും കൂടി ഉണ്ട്. എടാ എന്നെ ഒന്നാണ്ട് കൊണ്ടുപോവേ. ഞാനും പെരീക്കന്നല്ലേ. ആ കുട്ടി പറഞ്ഞതേക്കാതെ പോയി. കൊയങ്ങിട്ട് വെച്ച മനസ്സിന്. ഇത് കൊണ്ടുപോയി തീമിട്ടിട്ട് വേണം ഞമ്മക്ക് തിന്നാന്. എന്ത് പണിയാ കാണിച്ചേ? പണം കയറ്റി കൂടെ. ഇപ്പാനെ കയറ്റിയാലേ നമ്മളെ പാടാണ്ട് തുടങ്ങും. നമുക്കത് കിട്ടൂല. പടത്തിന് നമുക്ക് നാളെ പോയിക്കൂടെ? ഇപ്പൊ എങ്ങനെയാലും പോകണം ചങ്ങായി. എന്തൊക്കെ തല ഇറങ്ങണു. തല ഇറങ്ങിട്ട് നിക്കാനും പറ്റല്ലോ. ഒന്ന് ഓടിച്ചല്ലേ.
പഠിച്ചോനെ നമ്മള് മാനോക്കല്ല വീണെടുക്കണ്ട്. ആ എന്താ പറ്റി? ആരാ സുബൈറോ? ഞാന് തല ഇറങ്ങിയേക്കൊന്ന് ഇവിടെ ഇരുന്നതാണ്, അതിലങ്ങോട്ട് വീണ്. അതിലിപ്പോ നീച്ചാൻ വെച്ച ജിന്നെ പൊന്തിച്ചുട്ടാ ഇവിടെ ഒന്ന് ഇരുത്തച്ച ആരിരുത്തന്നെ കയ്യേ കുത്തിക്കണോ ഇരിക്കട്ടെ. നിന്റെ ചെറുക്കപ്പതിയില് പോയിനു. ഞാൻ ഓനോട് പറഞ്ഞു ഇന്നും കൂടി പെരയിക്കൊന്ന് കൊണ്ടുപോവേന്ന്. ഓ കേട്ടില്ല, ഓ കേക്കാതെ പോയി. കൊറേ പറഞ്ഞു നീ ചാക്കെങ്കിലും അത് കൊണ്ടുപോയി പറഞ്ഞു. ഓൻ അതും കേട്ടില്ല. അതിന്റെ ശേഷമാണ് ഇപ്പൊ ഈ തലർക്കൊക്കെ ഉണ്ടായത്. മാനോക്ക അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ നീച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നോക്കുക. എന്നാ ചിന്നെ പൊന്തിച്ച എന്റെ കൈ തീരെ കുത്താൻ വയ്യടാ. സുബൈറെ എന്റെ അരിച്ചാക്ക് എന്താ കാട്ടാ? അത് ഞാൻ എന്റെ മോനെ വിളിച്ചു പറഞ്ഞോളാം. ആ എന്നാ വിളിച്ച് പറ. ആരാ വിളിക്കണേ? സുബൈറൊക്കെയാണല്ലോ. ആ സുബൈറൊക്കെ പറയേ. സുലൈമാനെ എന്റെ വാപ്പ ഹോസ്പിറ്റലിലാണ്. അതെ, ഏത് ഹോസ്പിറ്റലില്? ഇവിടെ അൽമാസിലാണ്. അല്ലോ, എന്നിട്ട് എന്താ പറ്റിക്കണേ? പറ്റാനിപ്പോ എന്താ, ഐസി കയറ്റിക്കണോ. ഷുഗറും പ്രഷറൊക്കെ നല്ല കൂടിക്കണേ. എന്താ നീ കാട്ടു പോവാ? കാട്ടാനൊന്നുമില്ല, ഇത് വേഗം ഇങ്ങോട്ട് വാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ വേഗം വരാം. ഞാൻ വന്നിട്ട് പോയാൽ മതിട്ട് നിങ്ങള്. ഞാൻ വരാം. വന്നിട്ടേ ഞാൻ പോകും. ആ ഓക്കെ ഓക്കെ. റഷ്യ വാപ്പ ഹോസ്പിറ്റലിലാണല്ലോ. വാപ്പൊക്കെ എന്താ പറ്റി? വാപ്പടാ നമ്മള് അപ്പൊ വാപ്പാനെ കയറ്റാതെ പോയില്ല റേഷൻ കടയിൽ നിന്ന് വരുമ്പോ. അതിന് വാപ്പ എന്തോ തല ഇറങ്ങി വീണാലോ. എന്നിട്ട് എന്താ പ്രഷറും ഷുഗറൊക്കെ അടിച്ചു കയറിക്കാണ്ട് ഐസിയിലാണെന്ന് പറയുന്നുണ്ട്. എന്താ കാട്ട് വാണ്ടില്ലേടാ അച്ഛ. അപ്പൊ അത് കയറ്റിയാൽ മതിയേനെ എനിക്ക്. ഞാനാണെങ്കിൽ അപ്പൊ അത്ര ശ്രദ്ധിച്ചതുമില്ല. ഈ കളിക്കാനില്ലേ? എടാ ഞാൻ പെരി പോയിട്ട് വരാം. ഞാൻ ഗ്രൗണ്ടിലുണ്ടാവും. ഞാൻ നടന്ന് കൊയങ്ങിക്കണു. എനിക്ക് കാല് വേദനയായിട്ട് വയ്യ. ഇപ്പച്ചിന്റെ കുട്ടി എങ്ങനെയും നടക്ക്. എനിക്ക് തീരെ വയ്യപ്പച്ചേ. പിന്നൊന്ന് എടുക്കിപ്പച്ചേ. ഇപ്പച്ചിന്റെ തലയിൽ അരിച്ചാക്കല്ലേ, എങ്ങനെ ഞാൻ എന്നെ എടുക്ക? എന്നാ നീ ഇടുവാ, ഞാൻ എടുക്കാം വയ്ക്കുമ്പോലൊക്കെ. ഇജ്ജ് വലിയ കുട്ടി ആയതല്ലേ, എന്നെ എനിക്ക് ഏറ്റാൻ വയ്ക്കുവോ? എന്നെ കൊടുന്നോണ്ട് ഇപ്പൊ ഉപ്പച്ചും കൊയങ്ങില്ലേ. ഇനി എടുക്കണം, അരിച്ചാക്ക് കൊടുക്കണം. ആ ഇജ്ജ് വലുതാവുമ്പോ ഇന്നെ എടുക്കണം. ഇപ്പച്ചിക്ക് അപ്പോക്കിനൊക്കെ വയസ്സാവൂലേ? ഇനി കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ അപ്പോഴാ എന്നോട് പറഞ്ഞില്ലേ വാപ്പാനെ കേട്ടാന്. അങ്ങനെയാണിപ്പോ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. നോക്കേ നീ എങ്ങനെ ബാപ്പ പറഞ്ഞ് കേട്ട് നടന്നോണ്ടി. ഇതെനിക്കൊരു പാടാണ്. ചില തെറ്റുകൾ തകർച്ചയ്ക്കല്ല, യഥാർത്ഥ തിരിച്ചറിവുകളിലേക്കുള്ള തുടക്കമാണ്.